ഏപ്രിൽ 9 നടക്കുവാൻ പോകുന്ന കേരള നിയമസഭാ ഇലക്ഷൻ്റെ നോമിനേഷൻ സമർപ്പണവും സൂക്ഷ്മ പരിശോധനയും ഇന്നലെ കൊണ്ട് പൂർത്തിയായതോടെ സ്ഥാനാർത്ഥികൾ സജീവമായ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. ഇടത് വലത് മുന്നണികൾക്കൊപ്പം BJPയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം മുന്നണിയും സജീവമായി തന്നെ മത്സരരംഗത്തുണ്ട്. ഇലക്ഷന് തൊട്ടു മുമ്പ് കേരളത്തിലെ പെന്തക്കോസ്ത് സഭകളെ ക്രൈസ്തവ സഭകളായി അംഗീകരിക്കുവാനുള്ള തീരുമാനം ഇടതുപക്ഷ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ആ വാർത്തയോടുള്ള പ്രതികരണമായി ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾ കുറച്ചു പേരെങ്കിലും കണ്ടു കാണുമല്ലോ. ആ വീഡിയോയിൽ ഞാൻ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു. കേരളത്തിൽ പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ മേഖലയിൽ കത്തോലിക്ക സഭ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അംഗബലമുള്ള വോട്ടുള്ള ക്രിസ്തീയ സഭാ സമൂഹം പെന്തക്കോസ്തുകാരാണ്. മധ്യ തിരുവിതാംകൂറിലെ പെന്തക്കോസ്തുകാർ ഭൂരിപക്ഷവും ഒരു കാലത്ത് കോൺഗ്രസ് അനുഭാവികളായിരുന്നു. എന്നാൽ കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കൊണ്ട് പെന്തക്കോസ്തുകാരിൽ നല്ലൊരു പങ്കും ഇടതുപക്ഷ അനുഭാവികളായി മാറി. അതിനുള്ള കാരണങ്ങളും ഞാൻ ആ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. അതിൻ്റെ ഒരു പ്രത്യക്ഷ തെളിവാണ് പെന്തക്കോസ്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ ഈറ്റില്ലങ്ങളായ പത്തനംതിട്ട ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഇടതുപക്ഷ MLAമാരാണ് ഇപ്പോൾ തുടർച്ചയായി വിജയിച്ചു വരുന്നത്. അതിൽ തന്നെ റാന്നി പോലുള്ള മണ്ഡലങ്ങളിൽ കുറഞ്ഞത് 25,000-ലധികം വോട്ടുകളാണ് പെന്തക്കോസ്ത് വിശ്വാസികൾക്കുള്ളത്. അതിനാൽ തന്നെ തങ്ങളോടൊപ്പം നിൽക്കുന്ന പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ ദീർഘനാളുകളായുള്ള ഒരു ആവശ്യം അംഗീകരിച്ച് മറ്റ് ക്രൈസ്തവ സഭകളെ പോലെ പെന്തക്കോസ്ത് സഭയെയും ക്രിസ്തീയ വിഭാഗമായി പരിഗണിക്കാൻ പിണറായി സർക്കാർ തീരുമാനമെടുത്തു. നമുക്കറിയാം ഈ നീക്കത്തിൻ്റെ അടിസ്ഥാന ഉദ്ദേശം എന്നത് മധ്യ തിരുവിതാംകൂറിൽ പൊതുവിൽ ഉണ്ടായിരിക്കുന്ന ഭരണവിരുദ്ധ വികാരത്തിൽ അല്പം ക്ഷീണം തട്ടിയിരിക്കുന്ന ഇടതുപക്ഷം ചെറിയൊരു അംഗീകാരം നൽകിക്കൊണ്ട് പെന്തക്കോസ്തരെ തൃപ്തിപ്പെടുത്താനും വോട്ട് ചോർച്ച തടയാനുമുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. അതിനപ്പുറം സർക്കാരിൻ്റെ ഈ തീരുമാനം കൊണ്ട് പെന്തക്കോസ്ത് സഭകൾക്കോ വിശ്വാസികൾക്കോ കാര്യമായ ഒരു നേട്ടവും ഇല്ലെന്നാണ് എതിർഭാഗത്തിൻ്റെ ആരോപണം. അതൊക്കെ എന്തുമാകട്ടെ, ഇടത് സർക്കാർ പെന്തക്കോസ്ത് സഭകൾക്ക് അംഗീകാരം നൽകി എന്നത് വ്യാപകമായ നിലയിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. നിശ്ചയമായും അത് വോട്ട് ലക്ഷ്യമാക്കി തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യ വീഡിയോയിൽ ഞാൻ കോൺഗ്രസ്സുകാർക്കൊരു ഉപദേശം നൽകിയിരുന്നു. ഇടത് പ്രചരണത്തെ മറികടന്ന് പെന്തക്കോസ്ത് വോട്ട് തങ്ങളുടേതാക്കി മാറ്റാൻ ഏറ്റവും മികച്ച ഒരു മാർഗമെന്നുള്ളത് പെന്തക്കോസ്തുകാരനായ ഒരാൾക്ക് മധ്യ തിരുവിതാംകൂറിൽ എവിടെയെങ്കിലും മത്സരിക്കുവാൻ സീറ്റ് കൊടുക്കുക എന്നതായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും അതിൻ്റെ ഒരു ചലനമുണ്ടാകുകയും പെന്തക്കോസ്ത് വിശ്വാസികൾക്കിടയിൽ UDFന് അനുകൂലമായൊരു മനോഭാവം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുമായിരുന്നു. എൻ്റെ ഉപദേശം പരിഗണിച്ചിട്ടൊന്നുമല്ല കേട്ടോ. ഇത്തവണ UDF കോൺഗ്രസ് ഒരു പെന്തക്കോസ്തുകാരന് സീറ്റ് നൽകിയിട്ടുണ്ട്. എൻ്റെ നാട്ടുകാരനും മലപ്പുറം DCC പ്രസിഡന്റുമായ VS ജോയിയാണ് മലപ്പുറം ജില്ലയിലെ തവനൂർ നിയോജക മണ്ഡലത്തിൽ UDFൻ്റെ സ്ഥാനാർത്ഥി. ജോയി ശക്തനായ യോഗ്യനായ കോൺഗ്രസ് നേതാവാണ്. പെന്തക്കോസ്തുകാരനായതുകൊണ്ടൊന്നും അല്ല അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം ലഭിച്ചത്. മുമ്പ് മലമ്പുഴയിൽ VS അച്യുതാനന്ദനെതിരെ അദ്ദേഹം മത്സരിച്ചിട്ടുമുണ്ട്. സത്യത്തിൽ മലപ്പുറം ജില്ലയിൽ ജോയിക്ക് മത്സരിക്കാൻ ഏറ്റവും യോഗ്യമായൊരു മണ്ഡലമെന്ന് പറയുന്നത് നിലമ്പൂർ തന്നെയായിരുന്നു. ആയിരക്കണക്കിന് പെന്തക്കോസ്ത് കുടുംബങ്ങൾ ആ മണ്ഡലത്തിലുണ്ട്. നല്ലൊരു ശതമാനം കുടിയേറ്റ ക്രൈസ്തവരുണ്ട്. ഇതെല്ലാമുള്ള നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ജോയിയുടെ പേരും ഉയർന്നു വന്നതായിരുന്നു. എന്നാൽ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി ജോയി ആ സീറ്റ് ഒഴിഞ്ഞുകൊടുത്തു എന്നത് മാത്രമല്ല, ഷൗക്കത്തിൻ്റെ വിജയത്തിനായി ജോയി അശ്രാദ്ധ പരിശ്രമം നടത്തുകയും ചെയ്തു. ഇപ്പോൾ ക്രിസ്ത്യാനിയും പെന്തക്കോസ്തുകാരനുമായ VS ജോയിക്ക് മലപ്പുറം ജില്ലയിൽ നാമമാത്രമായി പോലും ക്രൈസ്തവർ ഇല്ലാത്ത തവനൂർ മണ്ഡലത്തിലാണ് സ്ഥാനാർത്ഥിയാകുവാൻ അവസരം ലഭിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ആ സീറ്റ് കഴിഞ്ഞ ദീർഘകാലമായി ഇടതുപക്ഷത്തെ പ്രമുഖനായ KT ജലീൽ ജയിച്ചു വരുന്ന മണ്ഡലവുമാണ്. എന്നാൽ തവനൂരിൽ ജോയിയെ ജയിപ്പിക്കേണ്ടത് ലീഗിൻ്റെ ആവശ്യമായി തന്നെ അവർ ഏറ്റെടുത്തിരിക്കുന്നത് കൊണ്ടും കടുത്ത ഭരണവിരുദ്ധ വികാരം മലപ്പുറം ജില്ലയിൽ അലയടിക്കുന്നതിനാലും ജോയിയുടെ വിജയം ഏറെക്കുറെ ഉറപ്പാണെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ പേരിനെങ്കിലും UDFൻ്റെ ലിസ്റ്റിലൂടെ ഒരു പെന്തക്കോസ്തുകാരൻ സ്ഥാനാർത്ഥിയായിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പെന്തക്കോസ്ത് സഭകളെ ക്രൈസ്തവ സഭയായി അംഗീകരിച്ച LDFനും CPMനും ഒരു പെന്തക്കോസ്ത് വിശ്വാസിക്ക് സീറ്റ് നൽകാൻ സാധിച്ചിട്ടില്ല എന്നത് പരിഗണിക്കുമ്പോൾ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി പെന്തക്കോസ്ത് വിശ്വാസിയായ ഒരാളെ MLA ആക്കിയതിൻ്റെ ക്രെഡിറ്റ്
കോൺഗ്രസിനും ലീഗിനും അവകാശപ്പെട്ടതാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എസ് ജോയി മാത്രമല്ല പെന്തക്കോസ്തുകാരനായ സ്ഥാനാർത്ഥിയായി ഇത്തവണ മത്സരിക്കുവാൻ പോകുന്നത്. കേരളത്തിൽ രണ്ടാമത് ഒരു പെന്തക്കോസ്ത് സ്ഥാനാർത്ഥി വന്നിരിക്കുന്നത് പെന്തക്കോസ്തുകാർക്ക് ഏറ്റവും വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ഒന്നായ റാന്നിയിൽ തന്നെയാണ്. ആ റാന്നി മണ്ഡലം പെന്തക്കോസ്തിൻ്റെ ഒരു ഈറ്റില്ലമെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു മണ്ഡലമാണ്. അവിടെ BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ തോമസ് കെ സാമുവേൽ റാന്നിയിലെ ഒരു സ്വതന്ത്ര പെന്തക്കോസ്ത് സഭയുടെ അംഗമാണ്. റാന്നി മലയാറ്റൂർ പരുവാണിക്കൽ സാമുവേൽ തോമസിൻ്റെ മകനും MBA ബിരുദധാരിയും സിയോൻ ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ ഉടമയുമായ തോമസ് കെ സാമുവേൽ 2020 പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായാണ് മത്സര രംഗത്ത് എത്തിയിരിക്കുന്നത്. സമീപകാലത്താണ് കിറ്റക്സ് ഗ്രൂപ്പ് ഉടമ സാബു ജേക്കബ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമായി NDA മുന്നണിയിൽ എത്തിയതെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. റാന്നിയിൽ NDAക്ക് കുറഞ്ഞത് 25,000 വോട്ടുണ്ട്. ആ വോട്ടും അതോടൊപ്പം പെന്തക്കോസ്ത് വിശ്വാസികളുടെ വോട്ടും സമാഹരിക്കാൻ സാധിച്ചാൽ തോമസ് കെ സാമുവേൽ ഈ തെരഞ്ഞെടുപ്പിലെ ഒരു കറുത്ത കുതിരയായി മാറിയേക്കാം. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിലധികമായി രാജു എബ്രഹാം വിജയിച്ചു വന്നിരുന്ന റാന്നി സീറ്റ് കഴിഞ്ഞ തവണ CPM കേരള കോൺഗ്രസ് എമ്മിന് നൽകുകയായിരുന്നു. അപ്പോഴും റാന്നിയിൽ LDFന് തന്നെയായിരുന്നു വിജയം. ഇത്തവണ തോമസ് കെ സാമുവേൽ പിടിക്കുന്ന വോട്ടായിരിക്കും ഫലത്തെ നിർണയിക്കുന്നതിൽ പ്രധാനമായ ഒരു ഘടകം. BJP നേതൃത്വം നൽകുന്ന മുന്നണിയിൽ മറ്റൊരു പാർട്ടിയുടെ ഭാഗമായിട്ടാണെങ്കിലും ഒരു പെന്തക്കോസ്തുകാരൻ സ്ഥാനാർത്ഥിയായിരിക്കുന്നു എന്നത് കൗതുകകരമാണ്. BJPയും അവരുടെ പോഷക സംഘടനകളും ഒക്കെ ചേർന്ന് ഉത്തരേന്ത്യയിൽ പെന്തക്കോസ്ത് സഭകൾ തകർക്കുകയും പെന്തക്കോസ്ത് പാസ്റ്റർമാരെ ജയിലിലടക്കുകയും ചെയ്യുന്ന കാലത്ത് പെന്തക്കോസ്തിൻ്റെ ശക്തി കേന്ദ്രത്തിൽ അതേ പാർട്ടിയുടെ പിന്തുണയോടെ ഒരു സ്ഥാനാർത്ഥി പെന്തക്കോസ്തുകാരൻ വരുമ്പോൾ മത്സരിക്കുമ്പോൾ നിരവധി ചോദ്യങ്ങൾ ഉയരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഏതായാലും ഇതിൻ്റെ ഫലം എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.